കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചി പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും കാസർഗോട്ടെ സ്ഥിതി എന്തായിരുന്നുവെന്ന്. കാറിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാസർഗോഡ് വലിയ പ്രതിസന്ധി പല മേഖലകളിലും ഉണ്ടായിരുന്നു. കാസർഗോഡ് കുറ്റിക്കോലിൽ പള്ളഞ്ചി പുഴയിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചെന്നത്. സാരംഗ്, എങ്ങനെയാണ് ഈ കാർ ഈ പുഴയുടെ നടുക്കേക്ക് പോയത്? ഇതിൽ എത്ര പേരുണ്ടായിരുന്നു? എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? രതീഷ്, ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. കാസർഗോഡ് കുറ്റിക്കോലിലെ പള്ളഞ്ചി പുഴയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. കാഞ്ഞങ്ങാട് സ്വദേശികളായ 2 പേർ അവർ ഇരുവരും കൂടി പുത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടെ ഒരു എളുപ്പവഴി തേടിയാണ് ഇത്തരത്തിൽ പള്ളഞ്ചി പുഴയുടെ ചെറിയ പാലം കടന്നുകൊണ്ട് പാണ്ടിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം അവർ നടത്തിയത്. എന്നാൽ കൈവരികളില്ലാത്തൊരു ചെറിയ പാലമായിരുന്നു. അതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. എന്തായാലും അവരിരുവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കൈവരിയില്ലാത്ത പാലം പുഴയ്ക്ക് കുറുകെയായിരുന്നു അതോ പുഴയുടെ വശത്ത് ആയിരുന്നു? പുഴയ്ക്ക് കുറുകെ തന്നെയായിരുന്നു രതീഷ്. വലിയ വാഹനങ്ങളൊന്നും അങ്ങനെ കടന്നു പോകാത്തൊരു പാലമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പിന്നെ കാറ് ആകെ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. എന്നാൽ അത്ഭുതകരമായിട്ടാണ് കാഞ്ഞങ്ങാട് സ്വദേശികളായിട്ടുള്ള റാഷിദും അതുപോലെ തന്നെ തസ്രീഫും 2 പേരാണ്. അവർ അത്ഭുതകരമായി മരക്കുറ്റികൾ പിടിച്ചു നിന്നാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും കാറ് ഇതുവരെയും ഫയർഫോഴ്സിനോ മറ്റ് രക്ഷാപ്രവർത്തകർക്കോ തിരിച്ചെടുക്കാനുള്ള ഒരവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അവര് ഇപ്പോഴും അവിടെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറ് തിരിച്ചെടുക്കാനായിട്ട്. എന്തായാലും ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ മഴക്കാലത്ത് യാത്ര പോകുന്ന സമയത്ത് ശ്രദ്ധ കൂടുതലായി നൽകണമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം. രതീഷ്, സാരംഗി, കാർ പുഴയിലേക്ക് വീഴുമ്പോൾ യാത്രക്കാർ അതിലുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? അപ്പോൾ തന്നെ ആളുകളുടെ സഹായമൊക്കെ ലഭിച്ചോ? ആളുകൾ കാണുമ്പോഴായിരുന്നോ ഈ അപകടം ഉണ്ടായത്? അതോ അവർ സ്വയം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കരയ്ക്ക് കയറിയാണോ? പിന്നീടാണോ നാട്ടുകാർ കാര്യങ്ങൾ അറിഞ്ഞത്? ഇന്ന് രതീഷ് പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ ആ സമയത്ത് എത്തിയിരുന്നില്ല. മാത്രമല്ല ഈ പ്രദേശത്തൊക്കെ തന്നെ ഇന്ന് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയുമായി കനത്ത മഴ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇത്തരത്തിൽ കാർ അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ ഇവർ ഡോർ തുറന്ന് പിന്നീട് വശങ്ങളിലായി കണ്ട മരക്കുറ്റികൾ പിടിച്ചു നിന്നാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തത്. എന്തായാലും കാർ ഇപ്പോൾ പുഴയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് രതീഷ്. ആറ്റുവഞ്ചിയും മറ്റുമുള്ള പുഴയാണ്. ആ പ്രദേശത്തെ പുഴകളിൽ ആറ്റുവഞ്ചി ധാരാളമായി ഉണ്ട്. അവിടുത്തെ ചന്ദ്രഗിരി പുഴയുടെ കൈവഴിയിലടക്കം ഇത്തരത്തിൽ ആറ്റുവഞ്ചിയൊക്കെ ഉണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് രക്ഷയായത്. പുഴയുടെ നടുക്ക് നമുക്ക് ആറ്റുവഞ്ചി ഉൾപ്പെടെയുള്ള ചെടികളൊക്കെ കാണാം. സാരംഗി, വലിയൊരു അപകടത്തിന്റെ സാഹചര്യമുണ്ട് എന്ന മുന്നറിയിപ്പ് ജില്ലയിൽ പൊതുവിൽ തുടരുന്നുണ്ടോ? പുഴകളുടെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ്, എന്തായാലും ഇവിടെ യെല്ലോ അലേർട്ടാണ് നിലവിൽ നിലനിൽക്കുന്നത്. പക്ഷേ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പുഴകൾ കരകവിഞ്ഞൊഴുകി വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ മധൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായി. ജനജീവിതം തന്നെ ദുസ്സഹമാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചില്ല എന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് പോകുന്നതിനും ആളുകൾക്ക് തൊഴിലിനായി പോകുന്നതിനും വലിയൊരു ബുദ്ധിമുട്ട് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കൊട്ടോടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാത്രമാണ് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കൊട്ടോടി സ്കൂൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചി പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കാർ അത് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണോ? അത് രതീഷ്, ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ കാർ കരയിലേക്ക് കയറ്റി എടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കാർ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം. ഈ തീരദേശത്ത് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് നേരത്തെ നിലവിലുണ്ടായിരുന്നോ? മാത്രമല്ല ഇപ്പോൾ വിവിധ ജില്ലകളിൽ ട്രെക്കിംഗ് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അത്തരം അപകടകരമായ ഒരു സാഹചര്യമുണ്ട് എന്ന് മുൻകൂട്ടി മുന്നറിയിപ്പുണ്ടായിരുന്നോ? ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഏതൊക്കെ മേഖലകളിലാണ് ഉണ്ടായിരുന്നത് സാരംഗ്? മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊന്നും നിലവിൽ നൽകിയിട്ടില്ല. എന്നിരുന്നാലും ചെറിയ തോതിലൊക്കെ തന്നെ ഉപ്പള അടക്കമുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ കടലേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിലവിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മലയോരത്തുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായിട്ടുള്ള റാണിപുരവും
ഹൊസടി കുമ്പി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വിനോദസഞ്ചാരികൾ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന അവസ്ഥയില്ല. എന്തായാലും ഇത്തരത്തിലൊരു അവസ്ഥ തുടരുകയാണെങ്കിൽ ഉടനടി തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. രതീഷ്, ഈ കുറ്റിക്കോലിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊതുവിദ്യാലയം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ കൈവരിയില്ലാത്ത പുഴയൊക്കെ മുറിച്ചു കിടക്കേണ്ടി വരില്ലേ? അപകടകരമായ സാഹചര്യമില്ലേ? ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ? നിലവിൽ കുറ്റിക്കോൽ നിലവിലുള്ള സാഹചര്യം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള അവധികളും പ്രഖ്യാപിച്ചിട്ടില്ല. ആകെ കൊട്ടോടി സ്കൂളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വരാനുള്ള സഞ്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുവരെയും കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കൊട്ടോടി സ്കൂളും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാലയമാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന മലയോരത്തോട് ചേർന്ന വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിന്റെ പിൻഭാഗത്ത് കൂടിയും വലിയ പുഴ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം അപകടകരമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായ പരിശോധന അത് കാസർഗോഡ് മാത്രമല്ല മറ്റിടങ്ങളിലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോലിലുണ്ടായ അപകടത്തിന്റെ അവിടെ കാർ കരയ്ക്ക് കയറ്റാൻ നടത്തുന്ന ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. പുലർച്ചെയായിരുന്നു അപകടമുണ്ടായിരുന്നത്. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആറ്റിന് നടുക്ക്, പുഴയ്ക്ക് നടുക്കുള്ള ചെടികളിലും മറ്റും പിടിച്ചവർ രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് സാരംഗ് നൽകുന്ന വിവരം. പള്ളഞ്ചി പുഴയിലാണ് കാർ വീണ് പോയത്. അതിന്റെ ചില ഫോട്ടോകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. പുലർച്ചെയായിരുന്നു ഈ അപകടമുണ്ടായത്. കാഞ്ഞങ്ങാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാസർഗോഡ് കുറ്റിക്കോലിലെ പുഴയിൽ നിന്ന് ഇപ്പോൾ ആ കാർ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തുടരുകയാണ്.